ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയിട്ടുള്ള ലെജൻഡ് ഓഫ് യങ് ജിയാൻ എന്ന ഒരു കിടിലൻ ഫാന്റസി മൂവിയാണ്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയണ്ടേ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു ഗെയിമും കൊണ്ടാണ്. 2-3 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഒരു മലയാളം സിനിമയുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് സിനിമയിലത്തെ സീനാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് നോക്കണേ. പതിപോലെ ശരിയായിട്ടുള്ള ഉത്തരം അയക്കുന്നവരിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുത്തിട്ട് ഞാനൊരു ഗിഫ്റ്റ് അയക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗ്രാമം കാണിക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയും അവന്റെ സിസ്റ്ററും കൂടിയിട്ട് ഈ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന പിള്ളേരെല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ ഹീറോയെ ചെകുത്താൻ എന്ന് വിളിച്ചിട്ട് കളിയാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ നെറ്റിയിലായിട്ട് മൂന്നാമത് ഒരു കണ്ണുകൂടി ഉണ്ടായിരുന്നു. ആ പിള്ളേരെല്ലാം കൂടിയിട്ട് ഇവന്റെ പുറകെ നടന്ന് ഇവനെ വീണ്ടും ചെകുത്താനെ എന്ന് വിളിച്ച് കളയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. അവനിപ്പോ ചാടി എണീറ്റിട്ട് ഞാൻ ചെകുത്താനല്ലെന്ന് ഉറക്കെ വിളിച്ചു പറയാണ്. അവൻ ആ ഒരു ദേഷ്യം അടക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് പ്രകൃതിയുടെ സ്വഭാവം മുഴുവനായിട്ട് മാറുകയാണ്. ആ ഒരു ഭാഗത്തേക്ക് ഭയങ്കരമായിട്ട് കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹീറോയും ഇപ്പോ അവന്റെ ദേഷ്യം അടക്കാനാവാതെ മുകളിലേക്ക് പറന്നു പൊങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ആകാശത്ത് നിന്ന് ഒരു തീഗോളം ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അതിവരുടെ ഈ ഒരു ഗ്രാമത്തിനെ മുഴുവനായിട്ടും നശിപ്പിക്കുന്നുണ്ട്. ആ ഒരു തീയിൽ നിന്നും ഒരു ലേഡി ഇപ്പൊ മുന്നോട്ടേക്ക് നടന്നു വരികയാണ്. അത് പെട്ടെന്ന് തന്നെ ഒരു ഡ്രാഗണായിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം ഈ ഗ്രാമത്തിലെ ഒരാളെ പോലും വിടാതെ അത് ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഹീറോയുടെയും അവന്റെ സിസ്റ്ററിന് നേരെ ആ ഒരു ഡ്രാഗൺ പറന്നെടുക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഹീറോയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന വാള് ഈ ഒരു ഡ്രാഗണിന് നേരെ അവർ എറിയുന്നുണ്ട്. ഇത് മേത്തുകൊണ്ടതും ഡ്രാഗൺ തെറിച്ച് നിലത്തേക്ക് വീഴാണ്. ഈ ഡ്രാഗൺ ഇപ്പോൾ അവളുടെ ശരിക്കുള്ള ആ ഒരു രൂപത്തിലേക്ക് മാറിയിട്ട് അവിടെ മയങ്ങി വീഴാണ്. ഈ ഒരു സമയത്താണ് തീയുടെ ഉള്ളിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വരുന്നത്. അവരാണ് നമ്മുടെ ഈ ഒരു സിനിമയിലെ വില്ലൻ. ഹീറോയുടെ അമ്മ ഒരു വാർ ഗോഡായിരുന്നു. പണ്ട് ഇവരുടെ ഈ ഒരു ശക്തികൾ മുഴുവനും മോഷ്ടിക്കാനായിട്ട് വില്ലൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവന് പുറത്തു കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഹീറോയുടെ അമ്മ അവനെ നരകത്തിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു വാർ ഗോഡിന്റെ ശക്തി അത് മുഴുവനായിട്ടും നമ്മുടെ ഹീറോയുടെ ശരീരത്തിലേക്ക് മാറ്റാണ്. വില്ലൻ ഇപ്പോ എങ്ങനെയൊക്കെയോ ആ നരകത്തിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ഹീറോയുടെ ശരീരത്തിലുള്ള ആ ഒരു ശക്തികൾ മുഴുവനും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹീറോയുടെ അമ്മയും വില്ലനും ചേർന്നിട്ട് അവിടെ ഭീകരമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഹീറോയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ശരീരത്തിൽ ആ ഒരു ശക്തി ഇപ്പൊ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തിനുള്ളിൽ വില്ലൻ അവരെ അടിച്ച് താഴേക്ക് ഇടുകയാണ്. അതിനുശേഷം ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു വാർ ഗോഡിന്റെ പവറുകൾ മുഴുവനും വില്ലൻ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതിരുന്ന നമ്മുടെ ഹീറോയുടെ അമ്മ ഇപ്പോൾ ചാടി എണീക്കുന്നുണ്ട്. അവരിപ്പോ വില്ലന് നേരെ പറന്നു വരുന്നുണ്ട്. അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ ശക്തികൾ ഉപയോഗിച്ചിട്ട് വില്ലനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹീറോയോട് നിന്റെ അനിയത്തിനെ നല്ല രീതിയിൽ നോക്കണം എന്ന് പറഞ്ഞതിന് ശേഷം വില്ലനെ കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് അമ്മ ടെലിപ്പോർട്ടായി പോകുന്നുണ്ട്. അവിടെ ചെന്ന ഉടനെ തന്നെ ആ ഒരു സ്ഥലം മുഴുവനും ഇപ്പൊ പൊട്ടിത്തെറിക്കുകയാണ്. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ ഹീറോയും അവൻ അനിയത്തെയും കൂടിയിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഹീറോയുടെ അമ്മ നരകത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു വില്ലനെ അവിടെ തളച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പണ്ട് ഇവിടെ നടന്നിട്ടുള്ള ആ ഒരു കഥകൾ മുഴുവനും ഈ ഗ്രാമത്തിലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് ചില മന്ത്രശക്തികളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഇവളിവിടെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ കുട്ടികൾ ചോദിക്കുകയാണ്, അവിടെ അടക്കി വെച്ചിട്ടുള്ള ആ ഒരു വില്ലൻ എന്തെങ്കിലും പുറത്തു വരാനായിട്ടുള്ള സാധ്യതയില്ലേ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ ചിരിച്ചിട്ട് പറയാണ്, അതിനല്ലേ വാർഗോഡിന്റെ മകൻ ഈ ഒരു ഗ്രാമത്തിലുള്ളത്, അവനിവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവിടെ മറ്റൊരു കച്ചറ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയ്ക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. അവനിപ്പോ പോയിട്ട് ഒരു വള്ളി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടന്നു വരുന്ന ആളില്ലേ, തലയിൽ കുടുമയൊക്കെ കെട്ടിയിട്ട് അവന്റെ ബ്രദറിന്റെ ലവറെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് വളച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുടുംബം വെച്ചിട്ടുള്ളവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഹീറോയുടെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ തന്നെ ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്, എന്റെ ബ്രദറിന്റെ ഗേൾ ഫ്രണ്ട് എവിടെയാ, അവളെ ഇങ്ങോട്ട് ഇറക്കിവിട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോയുടെ ഫ്രണ്ടിന്റെ ബാക്കിൽ നിന്നും ആ ഒരു പെൺകുട്ടി മെല്ലെ പുറത്തേക്ക് വരികയാണ്. എല്ലാവരെയും അടിച്ച് തൂക്കടാന്ന് ആ കുടുംബ കെട്ടിയവനിപ്പോ വിളിച്ചു പറയാണ്. ഇവരെ നമുക്ക് ടോമി എന്ന് വിളിക്കാം. ടോമി ഇപ്പോ എല്ലാവരോടും പോയി അടിക്കാനായിട്ട് പറയുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അവനിപ്പോ ഹീറോയെ ഉറക്കെ വിളിക്കുകയാണ്. കുറെ നേരം അവിടെ കിടന്ന് വിളിച്ചു കൂവിയിട്ടും ആരും ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ടോമിയുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ആശ നല്ല രീതിയിൽ ചവിട്ടുവായി കൂട്ടുകയാണ്. ഈ സമയത്ത് ഇവർ തല്ലുകൂടുന്ന ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഹീറോയും അവന്റെ സിസ്റ്ററും നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോയുടെ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ താഴേക്ക് നോക്കിയിട്ട് അവിടെ നടക്കുന്ന പുകയിലെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. ഇവർ തല്ലുകൂടുന്നതിന്റെ ഇടയിൽ ഒരു കല്ല് തെറിച്ചു വന്നിട്ട് ഹീറോയുടെ സിസ്റ്ററിന്റെ തലയ്ക്ക് അടിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കണ്ടുകഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അവനിപ്പോ താഴേക്ക് ചാടി ഇറങ്ങുന്നുണ്ട്. എന്റെ പെങ്ങളുടെ മേത്ത് കൈവെക്കുന്നോടാന്ന്
എന്ന് പറഞ്ഞിട്ട് ആശാൻ ഇപ്പോ എല്ലാം അതിനെ അടിച്ച് തൂക്കുകയാണ്. അവസാനമായിട്ട് ടോമിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ടോമിയെ കണ്ട സമയത്ത് തന്നെ ഹീറോ അവനിപ്പോ ഇടിച്ച് പറപ്പിക്കുകയാണ്. ടോമിയുടെ കിളി പോയതുകൊണ്ട് തന്നെ അവന്റെ ഫ്രണ്ട്സ് ഇപ്പോ അവിടെ എണീറ്റ് ഓടുകയാണ്. പിറ്റേ ദിവസം അടി വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്ന ടോമിയും അവന്റെ രണ്ടാളുകളും ചേർന്നിട്ട് ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്ത് കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തേക്കാണ് ഹീറോയുടെ അമ്മ പണ്ട് നമ്മുടെ ഈ ഒരു പടത്തിലെ വില്ലനെ കൊണ്ടുവന്ന് തളച്ചിട്ടുണ്ടായിരുന്നത്. ഇവന്മാരിപ്പോ ഒരു വാള് ചാഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ടോമി ഇപ്പൊ പറയാണ് ഇവിടെ എന്തോ മാന്ത്രിക വാളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മുഴുവനും പാറയും കല്ലും അല്ലാതെ വേറൊരു തേങ്ങയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ അവൻ പറഞ്ഞ് നാക്ക് വായിലിട്ടതും ഇവര് നിൽക്കുന്നതിന്റെ അടിഭാഗത്തുള്ള മണ്ണിളകിയിട്ട് ഇപ്പോ താഴേക്ക് വീഴാണ്. നോക്കുമ്പോൾ വലിയൊരു ഗുഹ പോലത്തെ സ്ഥലത്തേക്കായിരുന്നു ഇവർ വന്നെത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെറിയൊരു കുളം മാതിരി ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് പുറത്തു വന്നിട്ട് ടോമിയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെയും അത് വിഴുങ്ങാണ്. അതിനുശേഷം വീണ്ടും അത് ആ ഒരു കുളത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോ ആ ഒരു പാർട്ടിക്കിൾസ് മുഴുവനായിട്ട് മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ഹീറോയുടെ അമ്മ അവിടെ തടവിലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അസുരനായിരുന്നു അത്. ഇപ്പോ ഈ ഒരു കുളത്തിന്റെ ഉള്ളിൽ നിന്നും സിനിമയുടെ ആദ്യം നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഡ്രാഗൺ ലേഡി വീണ്ടും പൊങ്ങി വരാണ്. വാർഗോഡിന്റെ ഈ ഒരു ബന്ധനം പൊട്ടിച്ചെറിഞ്ഞിട്ട് ഞാൻ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ആ പയ്യന്റെ ഉള്ളിലുള്ള വാർഗോഡിന്റെ പവർ എനിക്ക് കിട്ടണം, എത്രയും പെട്ടെന്ന് അത് ഇവിടേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഡ്രാഗൺ ലേഡിയെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ടോമിയുടെ നേരെ അവനിപ്പോ തിരിയുന്നുണ്ട്. ഇത്രയും കാലം നീ മറ്റുള്ളവരെ പേടിച്ച് ഭയന്നായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്, എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് വില്ലൻ അവന്റെ ശരീരത്തിലേക്ക് കുറച്ച് പവറുകൾ കൊടുക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ട്സും ചേർന്നിട്ട് ഒരു ബാറ് പോലത്തെ സെറ്റപ്പിൽ ഇരുന്നിട്ട് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കള്ളൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഈ സ്ഥലത്തേക്ക് ടോമിയുടെ ആളുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഒരു ഫൈറ്റ് നടക്കുന്നു വിചാരിക്കുന്ന സമയത്ത് അവിടേക്ക് വന്നിട്ടുള്ള ടോമിയുടെ ആളുകൾ നമ്മുടെ ഹീറോയുടെ കാലിൽ വീഴാണ്. ഇനി മുതൽ ഞങ്ങളും അണ്ണന്റെ ഫ്രണ്ട്സ് ആണ്, ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോ ഇപ്പോ എല്ലാവരോടും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർക്കും കുടിക്കാനായിട്ട് കുറച്ച് കള്ളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് കള്ളൊക്കെ കുടിച്ച് കിളി പോയി അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് മാത്രം കുറച്ചൊരു ബോധം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അവൻ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവന്റെ മുന്നില് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ അങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. ഹീറോ ഇപ്പോ അതിന്റെ പുറകെ തന്നെ പുറത്തേക്ക് പോവാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മാന്ത്രിക ശക്തി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആയിരുന്നു ഇത്. നിന്നെ എങ്ങനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നെന്ന് കണ്ടില്ലേ എന്നിങ്ങനെ ഹീറോയിൻ ഇപ്പൊ പറയുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇവള് പറയുന്ന ഒന്നും കേൾക്കാതെ ആ ഒരു ബട്ടർഫ്ലൈയുടെ പുറകെ അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ശ്രദ്ധിക്കടാ. 15 വർഷങ്ങൾക്ക് മുന്നേ നിന്റെ അമ്മ പിടിച്ചു കെട്ടിയിട്ടുള്ള ആ ഒരു അസുരൻ അവൻ വീണ്ടും ഈ ഒരു ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാൻ പോവാണ്. അവനെ തടുക്കാൻ നീ ഒരാളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തെരഞ്ഞു വന്നത്. ആ വാർഗോഡിന്റെ പവേഴ്സ് അത് നിന്റെ ഉള്ളിലാണുള്ളത്. എന്നാൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ല. അത് പഠിക്കണമെങ്കിൽ യോഹാൻ മലയിലുള്ള എന്റെ മാസ്റ്ററിന്റെ അടുത്തേക്ക് നീ വരണം എന്നിങ്ങനെ ഹീറോയിൻ പറയുന്നുണ്ട്. ഇപ്പൊ ഹീറോ പറയാണ്, യോഹാൻ മലയോ? അങ്ങനെ ഒരു മലയൊന്നുമില്ല. എന്റെ അമ്മ മരിച്ചതിന് ശേഷം അങ്ങനെ ഒരു ശക്തി എന്റെ ഉള്ളിലുള്ളതായിട്ട് എനിക്ക് അറിയില്ല. കണ്ടില്ലേ എന്റെ മൂന്നാമത്തെ കണ്ണ്, അത് മുഴുവനായിട്ട് മടഞ്ഞു പോയി. അതുകൊണ്ട് ഈ പറയുന്നതെല്ലാം കെട്ടുകഥകളാണ്. ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്കിപ്പോ എന്റെ അനിയത്തിയാണ് വലുത്. അവളെ നന്നായിട്ട് നോക്കി അവൾക്ക് വേണ്ടി ജീവിക്കണം. ആ ഒരു കാര്യം മാത്രമേ ഇപ്പോ എന്റെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് എന്നെ ശല്യപ്പെടുത്താനായിട്ട് ഇനി വരരുതെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടുന്ന് പോകുന്നുണ്ട്. അവൻ നേരെ അവന്റെ വീട്ടിലേക്കായിരുന്നു പോയത്. ഹീറോയുടെ സിസ്റ്റർ അവന് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നടന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ മുഴുവനും അവനിപ്പോ അവന്റെ സിസ്റ്ററിനോട് പറയാണ്. ഇതേ സമയത്ത് തന്നെ പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹീറോ പുറത്തിറങ്ങി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഡ്രാഗൺ ലേഡി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവള് ഡ്രാഗന്റെ രൂപത്തിലേക്ക് മാറിയിട്ട് ഗ്രാമം മുഴുവനും നമ്മുടെ ഹീറോയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് ഹീറോയിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ അവന്റെ സിസ്റ്ററിനെ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ സേഫ് ആയിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം ഇവൻ മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇവൻ ഓടുന്നതിന്റെ ഇടയിൽ ആ ഡ്രാഗൺ ഇവനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ അടിച്ച് നിലത്തേക്ക് ഇട്ടതിന് ശേഷം ഡ്രാഗൺ ലേഡി ഇപ്പോ അവരുടെ ശരിക്കുള്ള രൂപത്തിലേക്ക് വരികയാണ്. യോങ്ജിയാൻ, നിനക്ക് എന്നെ ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലേഡി ഇപ്പൊ അവനെ കൊല്ലുന്നതിനായിട്ട് ഹീറോയുടെ അടുത്തേക്ക് മെല്ലെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്ന ഹീറോയുടെ ഫ്രണ്ട് ഒരു കല്ലെടുത്തിട്ട് ഈ ഒരു ലേഡിയുടെ തലയിലേക്ക് എറിയാണ്. നീ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് ഹീറോയുടെ ഫ്രണ്ട് വിളിച്ചു പറയുന്നുണ്ട്. ഈ ഡ്രാഗൺ ലേഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രണ്ടിന്റെ നേരെ തിരിയുന്നുണ്ട്. അവിടെ അടുത്ത് കത്തിക്കൊണ്ടിരുന്ന വലിയൊരു ടയർ എടുത്തിട്ട് ഹീറോയുടെ ഫ്രണ്ടിന്റെ മേത്തേക്ക് എറിയുന്നുണ്ട്. അത് അടിച്ചടിയിൽ സ്പോട്ടിൽ അവൻ മരിച്ചു പോവാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഉറക്കെ കിടന്ന് അലറുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു ഡ്രാഗൺ ലേഡി അവനെ കൊല്ലാനായിട്ട് അവന്റെ നേരെ വരികയാണ്. എന്നാൽ ഇതേ സമയത്ത് ആകാശത്ത് നിന്ന് ഒരുപാട് കടലാസ് മഴ പോലെ അങ്ങനെ പെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയിൻ ആയിരുന്നു. അവളിപ്പോ അവിടേക്ക് വന്നിട്ട് എന്തൊക്കെയോ ട്രിക്കുകൾ കാണിച്ചിട്ട് ഹീറോയെ ഈ ഒരു ഡ്രാഗൺ ലേഡിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ട് നമ്മുടെ ഹീറോയുടെ സിസ്റ്ററും ഫ്രണ്ട്സും ഒക്കെ ഒളിച്ചിരിക്കുന്ന ആ ഒരു കാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഇവന്റെ ഫ്രണ്ടിന്റെ ആ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് അവൻ എവിടെയെന്നൊക്കെ അവളിപ്പോ ചോദിക്കുകയാണ്. അവൻ മരിച്ചുപോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരുപാട് വിഷമമാണ്. ഇപ്പോ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഹീറോയുടെ സിസ്റ്ററും ഫ്രണ്ട്സും എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയും ഹീറോയിനും ആരോടും പറയാതെ അവിടുന്ന് പോവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോങ്ജിൻ അവന്റെ സിസ്റ്ററിന്റെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡ്രാഗൺ ലേഡി ഇവനെ തെരഞ്ഞ് ഇവിടേക്ക് വരും. അത് ഇവന്റെ സിസ്റ്ററിന്റെ ആപത്താണ്. ഇതേ സമയത്ത് തന്നെ ഡ്രാഗൺ ലേഡി വില്ലനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ യോജിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അവനെ ആരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ യൂസ് ചെയ്യുന്ന ആ ഒരു മാജിക്കൽ പേപ്പർ അത് ഈ വില്ലന് കാണിച്ചു കൊടുക്കുകയാണ്.
ഈ പേപ്പർ കണ്ട സമയത്ത് തന്നെ വില്ലന് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇതേപോലെയുള്ള മാന്ത്രിക വിദ്യകളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവാൻ മലയിൽ ട്രെയിനിങ് എടുത്തിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും അത്. തീർച്ചയായിട്ടും ഹീറോ ഈ ഒരു സമയത്ത് അവന്റെ ഉള്ളിലുള്ള ശക്തികൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് യൂജിൻ മലയിലേക്ക് പോയിട്ടുണ്ടാവും. നമുക്ക് അവനെ തടയണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഡ്രാഗൺ ലേഡിയാണെന്നുണ്ടെങ്കിൽ പോവാൻ തയ്യാറാവുന്നുണ്ട്. എന്നാൽ വില്ലൻ അവളെ തടയാണ്. അവിടേക്ക് നീ പോകേണ്ട ആവശ്യമില്ല, നിനക്ക് പകരം അങ്ങോട്ട് പോവാൻ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് വില്ലൻ ശക്തികൾ കൊടുത്തിട്ടുള്ള ടോമി അങ്ങോട്ടേക്ക് വരികയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയെയും ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവർ ആ ഒരു കാട്ടിൽ കൂടെ ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് നടന്നിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ കണ്ടിട്ടുള്ള ഒരു പഴയ ബിൽഡിംഗില് രണ്ടുപേരും കൂട്ടിയിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് കയറുകയാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ ഹീറോയിൻ ഹീറോയുടെ കൈയും കാലൊക്കെ കെട്ടിയിടുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയേ, നീ എന്നെ പീഡിപ്പിക്കാനുള്ള വല്ല പരിപാടിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ്, നീ എന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറയാണ്. അന്ന് രാത്രി എന്തൊക്കെയോ ശബ്ദം കേട്ടിട്ട് ഹീറോ ഇപ്പൊ എണീക്കുകയാണ്. നോക്കുമ്പോൾ അതിൽ ഇതിലേക്ക് ആരോ ഓടുന്നത് പോലെ അവന് ഫീൽ ആവുന്നുണ്ട്. പെട്ടെന്ന് ഇവന്റെ പുറകിലായിട്ട് ഒരു കറുത്ത രൂപം അവൻ കാണുകയാണ്. കയ്യിലുണ്ടായിരുന്ന വടി വെച്ചിട്ട് അതിനെ അവൻ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. നോക്കുമ്പോൾ അതൊരു ചെറിയ പയ്യനായിരുന്നു. വില്ലൻ ഇവരെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായിട്ട് പറഞ്ഞ ആളായിരിക്കും വിചാരിച്ചിട്ട് അവനിപ്പോ പിടിച്ച് കൈയും കാലൊക്കെ കെട്ടിയിടുന്നുണ്ട്. അതിനുശേഷം നീ ആരാണ്, നീ എവിടുന്നാ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഹീറോയുടെ നെറ്റിലുള്ള ആ ഒരു മൂന്നാമത്തെ കണ്ണ് ഈ ഒരു ചെറിയ പയ്യൻ കാണുന്നുണ്ട്. നീ ഓങ്ജിനല്ലേ എന്നിങ്ങനെ അവനിപ്പോ ചോദിക്കുകയാണ്. എന്റെ പേര് നിനക്ക് എങ്ങനെ അറിയുന്നത്? അതൊക്കെ എനിക്കറിയാം, ഞാനൊരു സാധാരണ പയ്യനല്ല, ഞാൻ പണ്ട് സ്വർഗത്തിലെ ഒരു കാവൽക്കാരനായിരുന്നു. നിന്റെ അമ്മ അവിടുന്ന് ആ അസുരനെ നരകത്തിൽ അടച്ചതിന് ശേഷം അവിടുന്ന് ഭൂമിയിലേക്ക് വരുമ്പോ അവിടുന്ന് കവാടം തുറന്നു കൊടുത്തത് ഞാനാണ്. ആ പേരില് എനിക്കൊരു ശാപവും തന്ന് എന്നെ ഭൂമിയിലേക്ക് അവർ പറഞ്ഞയച്ചാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും കൂടി പോകാൻ തുടങ്ങുകയാണ്. പുതിയ പയ്യനാണെന്നുണ്ടെങ്കിൽ എന്നെയും ആ ഒരു മലയിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്. ശരി, എന്റെ അമ്മയ്ക്ക് സഹായം ചെയ്ത ആളല്ലേ, നീ ഞങ്ങളുടെ കൂടെ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയും ഇപ്പോ അവനെ കൂട്ടി മലയിലേക്ക് പോവാണ്. ഇവരങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ കാട്ടിൽ വെച്ചിട്ട് ഒരുപാട് കൂണുകൾ കാണുന്നുണ്ട്. ഈ പയ്യനാണെങ്കിൽ എല്ലാം പറിച്ചിട്ട് മടപടാന്ന് അടിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ഇപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ട് അത് കഴിക്കാൻ പാടില്ല, പോയിസണസ് ആയിട്ടുള്ള ഒരു തരം കൂണാണിത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവളിത് പറഞ്ഞു തീർന്ന അതേ സമയത്ത് പയ്യൻ ചക്ക വീട്ടിട്ടതുപോലെ നിലത്തേക്ക് വീഴാണ്. അവന്റെ മുഖമൊക്കെ ഇപ്പോ വീങ്ങി തടിച്ചു വരുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് അവന് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ പയ്യനെ തൂക്കി ചെങ്ങാടത്തിലിട്ടിട്ട് അവർ ആ ഒരു പുഴയെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഹീറോ ചോദിക്കുന്നുണ്ട്, എത്ര ദിവസമായി നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്? ആ ഒരു മല അത് ശരിക്കും ഉള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നീ കണ്ണു തുറന്ന് നോക്ക്, നമ്മളിപ്പോ അതിന്റെ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്. ഹീറോയിൻ ഇത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഇവരുടെ മുന്നിലായിട്ട് ഒരു നീല വെളിച്ചം പ്രത്യക്ഷപ്പെടുകയാണ്. ആക്ച്വലി ഇവർ ആ ഒരു മലയിലേക്ക് എത്തിയിട്ടില്ല, അതിന്റെ അതിർത്തിയിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഇവരിങ്ങനെ പോയിട്ട് ആ ഒരു അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ ഒരു വലിയ ബാർ ഉണ്ടായിരുന്നു. ആ ബാറിന്റെ ഉള്ളിൽ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ജോലി ചെയ്യുന്നുണ്ട്. ഹീറോ ഇപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ എങ്ങനെ ആ ഒരു യൂഹാൻ മലയിലേക്ക് പോവുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവിടേക്ക് നീ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 4 മാസ്റ്റേഴ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ട് അവരുടെ കയ്യിലുള്ള ആ ഒരു മുദ്ര നീ കൊണ്ടുവരണം. അതുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അവിടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോ ഈ ഒരു ബാറിന് മുകളിലായിട്ട് വലിയൊരു വാള് വെച്ചിട്ടുണ്ട്. അതെന്തോ മാന്ത്രിക വാളായിരുന്നു. അതെടുക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആർക്കും തന്നെ അത് ഇതുവരെ പുറത്തെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസ്റ്റേഴ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോർട്ടൽ വഴി അവരുള്ള ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ പോയ അതേ സെക്കൻഡിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന മാസ്റ്റേഴ്സ് എല്ലാവരും കൂട്ടിയിട്ട് ഇവനെ അടിച്ചു ചുരുട്ടി ആ ഒരു ഡോർ വഴി പുറത്തേക്ക് എറിയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ കിളി പോയി അവിടെ ഒരു ടേബിളിന്റെ മുകളിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഒരു ബാറിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ ഹീറോയെ ഭയങ്കരമായിട്ട് കളിയാക്കാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് നല്ല രീതിയിൽ വിഷമാവുന്നുണ്ട്. ഇവനിങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുന്ന കണ്ടിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരാണ്. എന്താ നിനക്ക് പറ്റിയത്, എന്താ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല, എന്നെ കൊണ്ട് ആ ഒരു മാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചിട്ട് അവരുടെ കയ്യിലുള്ള ആ ഒരു എംബ്ലവും വാങ്ങി മലയ്ക്ക് മുകളിലേക്ക് പോകാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ്, നീ എന്തായി പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ നിന്റെ അമ്മ അവരുടെ ജീവൻ തന്നെ കളഞ്ഞത്? നീ അവരുടെ മകനായതുകൊണ്ട് മാത്രമാണ് ആ ഒരു വാർഗോഡ്സിന്റെ പവർ അവർ നിനക്ക് തന്നെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല, നിന്നെ പറ്റിയിട്ട് മുഴുവനായിട്ടും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പവേഴ്സ് ഇപ്പൊ നിന്റെ ശരീരത്തിലിരിക്കുന്നത്. വെറുതെ അത് പാഴാക്കി കളയരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആശാൻ ഇപ്പൊ ചാടി എണീക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ അവൻ ആ ഒരു പോർട്ടൽ വഴി അകത്തേക്ക് കയറിയിട്ട് എല്ലാ മാസ്റ്റേഴ്സിന്റെ അടുത്തും പോയിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ഫൈറ്റിൽ പോലും അവൻ ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോരുത്തരുടെയും മൂവ്മെന്റ് അവൻ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാം വീക്ക് പോയിന്റ് എവിടെയാണ്, ഏത് സമയത്ത് അവരെങ്ങനെയായിരിക്കും ഫൈറ്റ് ചെയ്യുക, ആ ഒരു കാര്യങ്ങളെല്ലാം ഹീറോ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ കാട്ടിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ആ മാസ്റ്ററിനെ അടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു എംബ്ലം അത് ഇവൻ എടുക്കുകയാണ്. അതിനുശേഷം നേരെ പോയത് തീ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു മാസ്റ്ററിന്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തിന്റെ മുദ്രയും അവനിപ്പോ എടുക്കുന്നുണ്ട്. കത്തി കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന മറ്റൊരു മാസ്റ്ററും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുദ്രയും ഹീറോ ഇപ്പോ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തം 3 മുദ്രകൾ നമ്മുടെ ഹീറോയുടെ കയ്യിൽ തിരികെയാണ്. ഇനി ഒരേ ഒരെണ്ണം കൂടി മാത്രമേ അവൻ ഇനി കളക്ട് ചെയ്യാനായിട്ട് ബാക്കിയുള്ളൂ.
അന്ന് രാത്രി ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ ആ ഒരു മാജിക്കൽ കടലാസുകളൊക്കെ വെച്ചിട്ട് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ ഹീറോയിൻ വാതിൽ തുറന്നിട്ട് ഉള്ളിലേക്ക് കയറി വരികയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവൾ വന്ന സമയത്ത് തന്നെ ആ ഒരു കടലാസുകളെല്ലാം മറച്ചു വെക്കുന്നുണ്ട്. അവൾ എന്താ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഹീറോ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഹീറോയ്ക്ക് നമ്മുടെ ഹീറോയിനോട് ചെറിയൊരു ക്രഷ് ഇതിനിടയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഹീറോയിനും അവനോട് ഇഷ്ടം തന്നെയായിരുന്നു. എന്നാൽ അവളിപ്പോ അതൊന്നും പുറത്ത് കാണിക്കാതെ അങ്ങനെ നടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ആ ഒരു 4ാമത്തെ മാസ്റ്ററിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശാൻ ആ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വില്ലൻ പവറുകൾ കൊടുത്തിട്ടുള്ള ആ ഒരു ടോമി അങ്ങോട്ടേക്ക് വരികയാണ്. ഇവൻ ഒരു ആത്മാവായി മാറിയിട്ട് ആ ബാറിലുണ്ടായിരുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് മുഴുവനും ഇങ്ങനെ മാറി മാറി കയറുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരികയാണ്. അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ടോമി ആണെന്നുണ്ടെങ്കിൽ ഓരോ ഘട്ടത്തിലും ഓരോ ആൾക്കാരുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് ഹീറോയെ ആകെ ടയർഡാക്കുകയാണ്. അവസാനമായിട്ട് ഇവരുടെ കൂടെയുള്ള ആ ഒരു പയ്യന്റെ ദേഹത്തേക്കായിരുന്നു ടോമി കയറിയിട്ടുണ്ടായിരുന്നത്. ശരി, അവനെ അടിക്കാന്ന് വിചാരിച്ചിട്ട് ഹീറോ ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ആ ഒരു പയ്യന്റെ ശരീരത്തിൽ നിന്നും അവനിപ്പോ ഹീറോയിന്റെ ശരീരത്തിലേക്ക് കയറുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് സ്പ്ലിറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അവിടെ മരത്തിന് മുകളിൽ കുത്തിവെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക വാള് അതിപ്പോ നമ്മുടെ ഹീറോയുടെ കണ്ണിൽ പെടുകയാണ്. അവൻ പോയിട്ട് അത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ടോമി ഹീറോയുടെ ശരീരത്തിലേക്ക് വന്ന് കയറുന്നുണ്ട്. എന്നാലും ഒരു വിധത്തില് ഹീറോ ഇപ്പോൾ ആ ഒരു വാള് പുറത്തെടുക്കുകയാണ്. ഇവൻ പുറത്തെടുത്ത സമയത്ത് തന്നെ ആ ഒരു വാള് 2 പീസായിട്ട് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവന്റെ കയ്യിൽ ആ ഒരു വാൾ ഇരിക്കുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് ഹീറോയിനെ കൊല്ലുന്ന ഇവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ആത്മാവ് ഇവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഭയങ്കരമായിട്ട് ഹീറോയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഹീറോയിനെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ. ആ ഒരു ഫീലിങ്സ് അവന്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ മുഴുവനായിട്ടും അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് ടോമിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഹീറോയിനെ കൊല്ലുന്നതിലും ഭേദം ആ ഒരു വാള് വെച്ച് സ്വന്തം കുത്തി മരിക്കാന്ന് അവൻ തീരുമാനിക്കുന്നുണ്ട്. അതിനായിട്ട് ഈ വാള് വെച്ചിട്ട് അവൻ സ്വന്തം ശരീരത്തിലേക്ക് ആഞ്ഞു കുത്താണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഹീറോയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്ന ടോമി ഈ ഒരു മാന്ത്രിക വാൾ ഉപയോഗിച്ച് കുത്തിയത് കാരണം പുറത്തേക്ക് തെറിച്ചു വീഴാണ്. അതുമാത്രമല്ല ടോമിയുടെ ആ ഒരു ആത്മാവ് ഇവന്റെ ഈ ഒരു മാന്ത്രിക വാളിന്റെ ഉള്ളില് ലോക്ക് ആവുന്നുണ്ട്. ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ആ മാന്ത്രിക വാള് ഇപ്പൊ പൂർവ്വസ്ഥിതിയിലാവുകയാണ്. ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു പരിപാടികളെല്ലാം ആ ഒരു 4ാമത്തെ മാസ്റ്റർ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോ ആ ഒരു മുദ്ര നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിനക്ക് ഞാൻ ഈ ഒരു മുദ്ര തരാൻ നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മുദ്ര കയ്യിൽ വെക്കാനായിട്ട് നീ അർഹനായിട്ടുള്ള ആൾ തന്നെയാണ് എന്നെല്ലാം ഞാൻ ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഹീറോയിനും ആ ഒരു ചെറിയ പയ്യനും ചേർന്നിട്ട് ഇവർ തെരഞ്ഞു വന്നിട്ടുള്ള ആ ഒരു യോഹാൻ മലയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന സമയത്ത് തന്നെ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇതാണോ നീ പറഞ്ഞിട്ടുള്ള ആ ഒരു യോഹാൻ മല? മാസ്റ്റർ നിങ്ങൾ എവിടെയാണ് എന്നൊക്കെ അവനിപ്പോ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിപ്പോ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവനെ തട്ടിയിട്ട് പറയാണ്, എടാ മാസ്റ്ററിനെ ഇങ്ങനെയാണ് വിളിക്കുന്നത്, കുറച്ച് റെസ്പെക്ടോടെയൊക്കെ വിളിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോ കൈ മുകളിലേക്ക് ഉയർത്തിയിട്ട് മാസ്റ്ററിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ആകാശത്ത് നിന്നും വലിയൊരു തീഗോളം നിലത്തേക്ക് വന്ന് വീഴാണ്. അത് മറ്റാരും ആയിരുന്നില്ല, ആ ഒരു ഡ്രാഗൺ ലേഡിയും അവളുടെ ആളുകളുമായിരുന്നു. ഹീറോയിനും ചേർന്നിട്ട് അവരെടുത്ത് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തില് ഈ ഒരു ഡ്രാഗൺ ലേഡി നമ്മുടെ ഹീറോയെ അടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തടാകത്തിലേക്ക് തള്ളിയിടാണ്. ഇപ്പോ അവള് ഡ്രാഗണായിട്ട് മാറിയിട്ട് ഹീറോയെ വിഴുങ്ങാൻ വരുന്നുണ്ട്. എന്നാൽ ഹീറോ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ മറ്റൊരു ലോകത്തെത്തിയിട്ടുണ്ട്. അവന്റെ മുന്നിൽ വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹമാണ് ഹീറോ തെരഞ്ഞു വന്നിട്ടുള്ള ആ ഒരു മാസ്റ്റർ. ഹീറോ മാസ്റ്ററിനോട് ചോദിക്കുകയാണ്, മാസ്റ്റർ ഞാൻ മരിച്ചോ? എനിക്ക് ഈ ഒരു വാർഗോഡിന്റെ പവേഴ്സ് എങ്ങനെയാണ് പുറത്തെടുക്കേണ്ടതെന്ന് അറിയില്ല, എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ലെന്നാ തോന്നുന്നത്. മാസ്റ്റർ എന്റെ ശരീരത്തിൽ നിന്നും ആ ഒരു പവേഴ്സ് എടുത്തോ എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടിഞ്ഞപ്പോ മാസ്റ്റർ പറയുന്നുണ്ട്, നിന്റെ കൂടെ ഒരു പയ്യൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നില്ലേ, അവൻ എന്തിനാ മരിച്ചെന്ന് നിനക്കറിയോ? പോട്ടെ, നിന്റെ അമ്മ എന്തിനാണ് ജീവൻ ത്യാഗം ചെയ്തതെന്നറിയോ? എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ്, ഈ ഒരു പവറിന് വേണ്ടിയിട്ടാണ്. അത് നശിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്തോ മാതിരി ആവുന്നുണ്ട്. ഇല്ല മാസ്റ്റർ, ഞാൻ ഒരിക്കലും അത് നശിപ്പിക്കില്ല. എന്റെ ഉള്ളിലുള്ള ആ ഒരു പവർ അതെങ്ങനെയാണ് പുറത്തെടുക്കേണ്ടത് എന്നിങ്ങനെ ഹീറോ ചോദിക്കുന്നുണ്ട്. ഇവനിത് പറഞ്ഞ അതേ സമയത്ത് തന്നെ മാസ്റ്റർ ഇവന്റെ 3ാം കണ്ണ് തുറക്കുകയാണ്. അങ്ങനെ ആ ഒരു വാർ ഗോഡിന്റെ പവർ അത് മുഴുവനായിട്ടും ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ഹീറോ ആ ഒരു ഡ്രാഗണിനെയും കൊന്ന് പുറത്തേക്ക് വരികയാണ്. പൊട്ടിത്തെറിച്ചു പോയിട്ടുള്ള ആ ഒരു ഡ്രാഗണിന്റെ ശരീരത്തിൽ നിന്നും പല പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ട് ഹീറോയ്ക്ക് ഒരു ഷീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഹീറോ ഇപ്പോ മുഴുവനായിട്ടും വാർ ഗോഡായിട്ട് മാറിയിട്ടുണ്ട്. അവനിപ്പോ പുറത്തേക്ക് വന്നിട്ട് ബാക്കിയുള്ള ഡ്രാഗൺ ലേഡിയുടെ ആളുകളെയും അടിച്ചു തൂക്കുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഹീറോയിനും ആ ഒരു പയ്യനും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ നിൽക്ക്, എന്റെ അമ്മയെ കൊന്നിട്ടുള്ള ആ ഒരു രാക്ഷസനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ജെറ്റ് വേഗത്തില് മുകളിലേക്ക് പറന്നു പോവാണ്. വില്ലനും ഹീറോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ ഹീറോയും വില്ലനും ചേർന്നിട്ട് തീ പാർന്ന ആ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഹീറോ വാർ ഗോഡായിട്ട് മാറിയതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ വില്ലനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ വില്ലനും ഇപ്പോ തിരിച്ച് അറ്റാക്ക് ചെയ്യാണ്. ഇങ്ങനെ നടന്നിട്ടുള്ള ഈ ഒരു ഫൈറ്റില് വില്ലൻ നമ്മുടെ ഹീറോയെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു വാർ ഗോഡിന്റെ പവർ അവനിപ്പോ പുറത്തെടുക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഹീറോ ടയർഡായിട്ട് നിലത്തേക്ക് വീഴുന്നുണ്ട്. വില്ലനാണെന്നുണ്ടെങ്കിൽ ഇത്രയുള്ളൂ നിന്റെ ശക്തി എന്ന് പറഞ്ഞിട്ട് വില്ലൻ ഹീറോയെ കൊല്ലാനായിട്ട് മുന്നോട്ടേക്ക് വരികയാണ്. എന്നാൽ ആ ഒരു സമയത്ത് ഹീറോയിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചിട്ട് വില്ലനെ ഡൈവേർട്ട് ചെയ്തിട്ട് ഹീറോയെ രക്ഷിക്കാൻ
ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വില്ലനാണെന്നുണ്ടെങ്കിൽ ഇവള് വിചാരിച്ചതിനെക്കാട്ടിലും ഫാസ്റ്റ് ആയിരുന്നു. വില്ലൻ ഇപ്പോ ഹീറോയിനെ അടിച്ച് നിലത്തേക്ക് ഇട്ടാണ്. ആ ഒരു വാർ ഗോഡിന്റെ ശക്തിയും കൂടിയിട്ട് വില്ലന്റെ ശരീരത്തിലേക്ക് വന്നതോടെ അവൻ ഭയങ്കര പവർഫുൾ ആയിട്ടുണ്ട്. ഭൂമിയിൽ ഒരു ഗേറ്റ് തുറന്നിട്ട് നരകത്തിലുണ്ടായിരുന്ന അവന്റെ ആളുകളെ അവൻ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ഭൂമി മുഴുവനായിട്ട് പിടിച്ചടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു പടയുടെ മുന്നിൽ നമ്മുടെ ഹീറോ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്ത് ചെയ്യാനാണ്? എല്ലാം കൈവിട്ടു പോയെന്ന് ഹീറോ ഇപ്പൊ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഒരു ബാറിൽ വെച്ചിട്ട് ഇവനോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 4 മാസ്റ്റേഴ്സും അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും നമ്മുടെ ഹീറോയ്ക്ക് സപ്പോർട്ടിനായിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാവരും കൂടി ചേർന്നിട്ട് വില്ലന്റെ ആളുകളോട് ഇപ്പൊ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. വില്ലൻ ഭയങ്കര പവർഫുൾ ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഹീറോന് നല്ല കാര്യമായിട്ട് തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഹീറോ ഇപ്പോ നിന്നെ ഞാൻ ആ ഒരു യോജിൻ മലയിലേക്ക് കൊണ്ടുപോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിന് അവളുടെ മരണം കൺമുന്നിൽ തന്നെ കാണാമായിരുന്നു. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ മടിയിൽ വെച്ചിട്ട് തന്നെ അവള് മരിച്ചു പോവാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്രേക്ക് ആയിട്ട് ഇപ്പോ അവിടെ നിന്ന് കരയുന്നുണ്ട്. ഈ ഒരു സമയത്തേക്കും വില്ലൻ അവന്റെ വാള് വെച്ചിട്ട് ഹീറോയെ വിട്ടാണ്. ഹീറോയും ഒരു സെക്കൻഡ് കണ്ണടയ്ക്കുന്നുണ്ട്. ഹീറോ ഇപ്പോ മരിച്ചു പോയിട്ടുള്ള അവന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുകയാണ്. അമ്മയെ കണ്ടുകഴിഞ്ഞപ്പോ അവന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അമ്മ ഇപ്പൊ അവനോട് നീ എന്തിനാ അവനെ ഇത്രയും ഭയക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹീറോ പറയാണ് എന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു പവർ അവൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അമ്മ പറയാണ് വാർ ഗോഡ് എന്ന് പറയുന്ന ആ ഒരു പവർ അത് ആർക്കും നിന്റെ അടുത്ത് എടുക്കാൻ പറ്റില്ല. അത് നിന്റെ ഹൃദയത്തിലാണുള്ളത്. ഇപ്പൊ പോ, എന്നിട്ട് അവനോട് ഫൈറ്റ് ചെയ്തിട്ട് ഈ ഒരു ലോകത്തെ രക്ഷിക്കുക എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മോട്ടിവേഷൻ ആവുന്നുണ്ട്. അവൻ കണ്ണു തുറക്കാണ്. അവന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു വില്ലനെ അവൻ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ഇപ്പോ ഭീകരമായിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെ അവിടെ പോകുന്നുണ്ട്. ആ ഒരു ഫൈറ്റിൽ ഹീറോ വില്ലനെ അടിച്ച് നിലംപരിച്ചാക്കുകയാണ്. അതിനുശേഷം വില്ലന്റെ ഉള്ളിലുണ്ടായിരുന്ന വാർ ഗോഡിന്റെ പവർ മുഴുവനും ഹീറോ വീണ്ടെടുക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ ഹീറോയിൻ ആ ഒരു ഗ്രാമത്തിലെ പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അതേപോലെ ഹീറോയുടെ സിസ്റ്റർ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പിള്ളേർക്ക് ഒരു കഥയായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹീറോയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴത്തെയും പോലെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് അവന്റെ ഉള്ളിലേക്ക് ഹീറോയിന്റെ ആ ഒരു ചിന്തകൾ വരുന്നുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാജിക്കൽ പേപ്പർ അത് ഹീറോയിന്റെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് കാണിച്ചിട്ട് സിനിമയോട് വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.